സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടിലിഴഞ്ഞ് പ്രതിഷേധിച്ച് CPI ഉദ്യോഗാർത്ഥികൾ. സമരം ആരംഭിച്ച 7ാം നാളാണ് പ്രതിഷേധം ഇങ്ങനെ കടുപ്പിക്കുന്നത്. പ്രതിഷേധത്തിനിടെ തളർന്നുവിടവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. ഞങ്ങളുടെ സർക്കാർ കേൾക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ശരിക്കും ഞങ്ങൾ ഇത്രയധികം ദേഹവേദന സഹിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോന്ന് ചെയ്യുന്നത് അത്രയെങ്കിലും കനിവെങ്കിലും സർക്കാരിന് തോന്നിട്ടെന്ന് വെച്ചിട്ട് പറ്റുന്നില്ല. നിങ്ങൾക്ക് അത്രയധികം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇവിടെ കിടന്ന് എന്ത് പൊള്ളുന്ന വെയിലത്തന്നേരം ഇവിടെ ഇരിക്കുന്നത്, ഈ ഫുട്പാത്തിൽ കിടന്ന് നിരങ്ങുന്നത്. കഷ്ടപ്പെട്ട് പഠിച്ചിട്ടല്ല, ഞങ്ങൾ അർഹതയില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി അല്ലല്ലോ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ ലിസ്റ്റിന് വേക്കൻസി ഇല്ലെന്നല്ലല്ലോ, ഉണ്ടായിട്ടല്ലേ തരാത്തത്. ഞങ്ങൾ അവകാശപ്പെട്ട കാര്യമല്ല ചോദിക്കുന്നുള്ളൂ, അവകാശമില്ലാത്ത ഒരു കാര്യവും ചോദിക്കുന്നില്ലല്ലോ. ഇത് ഞങ്ങളുടെ സർക്കാർ കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നത്. ഇത്രയധികം ദേഹം നോവിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഞങ്ങൾ എന്ത് സഹിച്ച് ഇവിടെ നിൽക്കുന്നതും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇനിയും നിൽക്കുന്നത്. ജിബിൻ JB വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ജിബിൻ, പൊന്നുപോലെ പഠിച്ചു വളർന്ന കുഞ്ഞുങ്ങളാണ് അവർ. ഈ ആളുകൾ നടക്കുകയും ചവിട്ടുകയും തുപ്പുകയും ചെയ്യുന്ന സ്ഥലത്ത് ഈ വെയിലത്ത് പൊള്ളിക്കിടക്കുന്ന സിമന്റ് പ്രതലത്തിൽ കൈമുട്ടും കാലുമുട്ടും കൊണ്ട് നടന്നു പോകുന്നത് കാണുന്നത് തന്നെ സങ്കടമുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സ്വയം വേദന ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് അവിടെ സമരമുറകളെല്ലാം എന്ന് പറയുന്നത്. കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി ആ ലിസ്റ്റ് അവശേഷിക്കുന്നത്. അതിനിടയിൽ പരമാവധി നിയമനം എന്ന ആവശ്യത്തിൽ സർക്കാർ നടപടി പ്രതീക്ഷിക്കുന്നുണ്ടോ? അധിക സമയമില്ല മാധു. ഏപ്രിൽ 19 ലിസ്റ്റ് തീരുകയാണ്. ജിബിൻ, മാധു, ഈ ഒരു ലിസ്റ്റ് കാലാവധി പൂർത്തിയാൻ മാർഷൽ പറയുന്നത് പോലെ 19-ാം തീയതിയാണ് അവസാന തീയതി. അതായത് ഇനി ഏകദേശം 10 ദിവസത്തോളം മാത്രമാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഉള്ളത്. നേരത്തെ നമ്മൾ കേട്ട പ്രതികരണം എന്ന് പറയുന്ന അഭയാണ്, ആലപ്പുഴ സ്വദേശിയാണ്, ഈ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥി കൂടിയാണ്. അന്ന് കഴിഞ്ഞ ദിവസം ചർച്ചയിലിരുന്ന സമയത്ത് അഭയ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അഭയ വിവാഹം കഴിഞ്ഞ ആളാണ്, ഒരു സിസേറിയൻ കഴിഞ്ഞ ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ആ സമയത്താണ്, അതിനൊക്കെ ശേഷമാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതും അതിനുവേണ്ടി ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടി ട്രൈ ചെയ്തപ്പോൾ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഇതിൽ പലരും ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുന്നത്. പക്ഷേ ഈ 960ഓളം വേക്കൻസിയുള്ള ലിസ്റ്റിൽ നിന്ന് എടുത്തിരിക്കുന്നത് 30% ആൾക്കാരെ മാത്രമാണ് ഇതിനോടകം ഈ ഒരു ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ ഉള്ള ഇവരെല്ലാം വേണം. നേരത്തെ കഴിഞ്ഞ ഒരു ഏകദേശം 10 മിനിറ്റ് മുൻപാണ് ഇവർ ഒരു മുട്ടിലിഴയിൽ സമരം നടത്തിയത്. ഓരോ ദിവസവും വൈകാരികമായ ഓരോ സമര രീതിയാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇനി വെറും 10 ദിവസം മാത്രമാണ് ഈ ഒരു ലിസ്റ്റിൻ്റെ കാലാവധി ഉള്ളത്. അപ്പോൾ ഇനി എന്തെങ്കിലും പ്രതീക്ഷയൊക്കെ നിങ്ങൾക്ക് വകയുണ്ടോ? ഞങ്ങൾ സർക്കാരിന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. വിശ്വാസം കൈവിടില്ല എന്ന് വിചാരിക്കണം. സർക്കാർ കൈവിടില്ല എന്ന വിശ്വാസത്തിലാണ് ഞങ്ങളിപ്പോഴും. ഇത് ഏകദേശം ഇനി 10 ദിവസം മാത്രമാണ് കാലാവധി ഉള്ളത്. എന്നിട്ട് പോലും അവരുടെ പ്രതീക്ഷകൾ അവസാനിപ്പിക്കുന്നതിൽ ഇപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ഓരോ വിദ്യാർത്ഥികളും ഉള്ളത്. നേരത്തെ കണ്ടതാണ് ഇവരുടെ ഓരോരുത്തരുടെയും കൈമുട്ടും കാൽമുട്ടും എല്ലാം ഈ കാണുന്നത് പോലെ തന്നെ എല്ലാവരുടെയും കൈമുട്ടും കാൽമുട്ടും എല്ലാം മുറിവേറ്റിരിക്കുകയാണ്. കാരണം ഈ വെയിലത്ത് ഈ കൊടുംചൂടിലാണ് ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കൂടി, ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ കൂടി ഇപ്പോൾ മുട്ടിലിറങ്ങി കൈമുട്ടും കാൽമുട്ടും ഒക്കെ നമുക്ക് കണ്ടു നിൽക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ കഴിഞ്ഞ പോലെ വളരെയധികം വൈകാരികമായ സമര രീതികളാണ്. കഴിഞ്ഞ ദിവസം കല്ലുപ്പിൻ്റെ മുകളിൽ നിന്ന് സമരം, ഇപ്പോൾ മുട്ടിലെ സമരം, ഇന്ന് വൈകുന്നേരം നിങ്ങൾ കയ്യിൽ കർപ്പൂരം കത്തിച്ചുള്ള ഒരു സമര പരിപാടി കൂടി പദ്ധതി ഇടുന്നുണ്ട്. അപ്പോൾ ഈ പ്രതീക്ഷകൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും സർക്കാരിൽ നിന്നൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലേ? സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുന്ന തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ ലിസ്റ്റിന്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് മാക്സിമം നിയമനം നടക്കണം. കാരണം കഴിഞ്ഞ തവണ 3 ബാച്ച് കയറിയതാണ്, ഇത്തവണ ഒരു ബാച്ചിൽ നിന്നതാണ്, ഇനി എടുത്തിട്ടില്ല. പിന്നീട് 232 ഫ്രഷ് വേക്കൻസി മാത്രമേ വന്നിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടം വരെ എത്തിയിട്ടുള്ളത്. കുട്ടികളെയും വെച്ച് ഞാൻ 1.5 വയസ്സ് കുട്ടിയെയും വെച്ചിട്ടാണ് ഫിസിക്കലിന് ഗ്രൗണ്ടിൽ പോവുക എല്ലാം ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് എക്സാമും പാസ്സായി, ഫിസിക്കലും പാസ്സായി. അതിൻ്റെ പുറകിൽ 6 മാസം പോയി, പഠിക്കാനും സമയം കിട്ടിയില്ല. ഗ്രൗണ്ടിൽ പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം ക്ഷീണമായിരിക്കും, കയ്യും കാലും എല്ലാവിടെയും വേദനയായിട്ട്. എന്നിട്ട് അർഹതപ്പെട്ട ജോലി കിട്ടാതെ ഇന്ന് തിരുവനന്തപുരത്ത് വന്ന് കിടക്കുകയാണ്. ഞങ്ങളൊക്കെ പല ജില്ലകളിലുള്ളവർ ഇന്ന് തിരുവനന്തപുരത്ത് വന്ന് കിടക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത്രമാത്രം ജോലി അത്യാവശ്യമാണ്. അത്രയും കഷ്ടപ്പെടുന്ന കുട്ടികൾ മാത്രം സമരത്തിന് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നല്ല സാമ്പത്തികമുള്ളവരാണെങ്കിൽ വരില്ലല്ലോ സമരത്തിന്. അത്രയും കഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും. ഇവിടെ വന്നിട്ടും ഞങ്ങൾ കഷ്ടപ്പെടുകയാണ്. ഭക്ഷണത്തിന് വേണ്ട വിധ ഫണ്ട് ഞങ്ങൾക്കില്ല. ഞങ്ങൾ ആരോടും അങ്ങനെ വാങ്ങിച്ചിട്ടും ഇല്ല. ഇപ്പോൾ ഞങ്ങൾ PSC പഠിപ്പിക്കുന്ന ഒരു ജെറിൻ സാറ് മാത്രമാണ് ഇതുവരെ ഞങ്ങളെ വന്ന് കണ്ടിട്ട് 10,000 രൂപ തന്നിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഞങ്ങൾ വേറെ ആരും കണ്ടിട്ട് ഞങ്ങൾക്ക് സാമ്പത്തിക സഹായം ആയിക്കോട്ടെ ഒന്നും ഞങ്ങൾക്ക് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഓരോ ദിവസം ഇവിടെ ഒരു നേരം മാത്രം, ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങളിവിടെ താമസിക്കുന്നില്ല. ഫുട്പാത്തിൽ തന്നെയാണ് ഞങ്ങൾ കിടക്കുകയും ചെയ്യുന്നത്.
ഞങ്ങളുടെ കഷ്ടപ്പാട് ഇപ്പോഴും കാണുമെന്ന് തന്നെയാണ്, സർക്കാർ കാണുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം.